ഏ ഇന്നേ നമുക്ക് വണ്ടൂർ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു കാർ എടുക്കേണ്ട, നമുക്ക് സ്കൂട്ടറിൽ പോവാറുണ്ട്. അപ്പം എങ്ങനെയായാലും ഇക്ക സമ്മതിക്കൂല. അപ്പൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ സ്കൂട്ടറിൽ പോകൽ വളരെ കുറവാണ്. ഞാൻ എപ്പോഴും പറയും ഇനി നമുക്ക് മെല്ലെ മെല്ലെ സ്കൂട്ടറിലും പോയി തുടങ്ങണം എന്നൊക്കെ. പക്ഷെ ഓവർ കൺസേൺ ആയതുകൊണ്ട് എന്താ അറിയില്ല, ഇക്കാക്ക് ഭയങ്കര ടെൻഷനാണ്. മഴ എപ്പോഴാണ് പെയ്യുക അറിയില്ല, അല്ലെങ്കിൽ വെയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനൊട്ടും പ്രോത്സാഹിപ്പിക്കണില്ല. മെല്ലെ മെല്ലെ ഇനി ആ ഒരു ശീലം മാറ്റി തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം. മുന്നേ പറഞ്ഞ പോലെ തന്നെ കാർ എടുത്ത് പോവുകയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകില്ല. വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും പെറുക്കിയെടുത്തിട്ട് വണ്ടൂർക്ക് പോന്നിട്ടുണ്ട്. ഒരു ലോറിക്കുള്ള ആളാണ് ഞങ്ങളിന്ന് കാറിൽ പോകുന്നത് കേട്ടോ. മത്തി എടുക്കുന്ന പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഇന്ന് പോകുന്നത്. ഇത് നമ്മൾ ടൗൺ സ്ക്വയർ. സന്തോഷമായാലും സങ്കടമായാലും കണ്ടുമുട്ടലായാലും പിരിയലായാലും തുറന്ന് സംസാരിക്കാൻ വണ്ടൂരുള്ളവർക്ക് അല്ലെങ്കിൽ വണ്ടൂർ ചുറ്റുഭാഗത്തുള്ള എല്ലാവർക്കും പറ്റിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ അത് ടൗൺ സ്ക്വയർ ആണ്. ഫ്രണ്ട്സൊക്കെ ഒന്ന് കാണണം പറഞ്ഞാൽ ഇടം വലം നോക്കൂല, എന്നാൽ ടൗൺ സ്ക്വയറിൽ കൂടുക. അതാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. ടിക്കറ്റ് ഒന്നും വേണ്ട. അപ്പോൾ വെറുതെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്ന് വെറുതെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി ഇങ്ങനെ പോകണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു വണ്ടിക്കുള്ള ആൾ കൂടുതലും ആണ്, എന്നാൽ 2 വണ്ടിക്കുള്ള ആളില്ലാനും. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിലും തന്നെ എല്ലാവർക്കും ഒഴിവും വേണ്ടേ, അതുണ്ടാവില്ല. അപ്പോൾ വെറുതെ എനിക്ക് ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് അപ്പൂസിന് 2 ടീഷർട്ട് എടുക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നതാട്ടോ. കാർ എടുത്തത് നന്നായി, കാരണം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ മഴ തുടങ്ങി. മഴ ഉണ്ടാവും എന്നറിയാം, പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് ഇത് കാണാനും ഇതിനൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പോൾ വെറുതെ പോരാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ ഹട്ടുണ്ട് അവിടെ, ഞങ്ങളൊക്കെ അതിൽ കയറിയിരുന്ന് വെറുതെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് മഴ ഉണ്ടായതുകൊണ്ടാണോ എന്താ അറിയില്ല, വലിയ തിരക്കുമില്ലായിരുന്നു. രാത്രിയൊക്കെ ഇവിടെ നല്ല വൈബാട്ടോ, കുട്ടികൾക്ക് ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടൂർക്ക് എന്തിനാന്ന് വെച്ചാൽ അപ്പൂസിന് ടീഷർട്ട് എടുക്കാനാണ്. ഞാൻ പറഞ്ഞല്ലോ പാൻറ് പറ്റിയത് ഉണ്ടായില്ല, പക്ഷേ 2 ടീഷർട്ട് കിട്ടിയിട്ടുണ്ട്. കസിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് എടുക്കുന്നത്. വന്ന ഉടനെ തന്നെ ഞാനും കസിൻസൊക്കെ ഇതിൽ കയറി നോക്കി, പക്ഷേ അപ്പൂസ് അടങ്ങി നിൽക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇക്ക പാർക്കിങ്ങിന് സ്ഥലം കിട്ടാതെ അങ്ങനെ ഇക്ക പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇക്ക വന്നിട്ട് നോക്കാറുണ്ട്, ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയതായിരുന്നു. പിന്നെ ഇക്ക വന്നിട്ട് ഞാനും ഇക്കയും പോയിട്ട് അങ്ങനെ എടുത്തതാണ്. അടുത്തടുത്താട്ടോ, ടൗൺ സ്ക്വയറിൻ്റെ ആ ഒരു എൻട്രൻസിൽ തന്നെയാണ് ആ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാറുണ്ട്, അങ്ങനെ പുറത്ത് പോയി. വീട്ടിലും ഉമ്മ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നറിയാം, അതുകൊണ്ട് കനത്തിൽ കഴിക്കണ്ട എന്നുള്ളതായിരുന്നു അഭിപ്രായം. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെറുതോട് വന്നാൽ ലോഡഡ് ഫ്രൈസ് കഴിക്കണ കണ്ടിട്ട് എൻ്റെ കസിൻസൊക്കെ പോയിട്ട് അത് വാങ്ങി കഴിച്ചപ്പോൾ എന്നോടായിരുന്നു അത് വലിയ ഹൈപ്പിട്ട് പറഞ്ഞ പോലെയൊന്നും ടേസ്റ്റ് ഇല്ല, ഈ പുറത്ത് പോയിട്ട് അതായത് വണ്ടൂർ പിന്നെ ഒരു സ്പോട്ട് പറഞ്ഞു തന്നിട്ട് അവിടെ പോയി ഒന്ന് കഴിച്ചു നോക്കുക, അവിടുത്തെ നല്ല ടേസ്റ്റാണ് പറഞ്ഞു. കസിന് പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സാധനമാണ്. അതിനർത്ഥം ചെറുതോടത്ത് മോശം എന്നല്ല കേട്ടോ, ഇത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരെ മെനുവിലേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, മോമോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ മോമോസ് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കൽ തുടങ്ങിയിട്ട് കുറേ ആയി. നമ്മൾ വീട്ടിലുണ്ടാക്കിയ കഴിക്കലുണ്ട്, പക്ഷേ പുറത്തുനിന്ന് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നോക്കണം പറഞ്ഞ് അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കായിരുന്നു. അപ്പോൾ ലോഡഡ് ഫ്രൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്, ആ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ അസാധ്യ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. 4 എണ്ണമാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടംപോലെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പൂസേ ടൗൺ സ്ക്വയറിൽ എത്തിയപ്പോൾ തുടങ്ങിയ ഓട്ടാട്ടോ, നിൽക്കാതെ ഓടായിരുന്നു. കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് സുഖമായി, ഇല്ലെങ്കിൽ ഞാനും ഇരിക്കുക അവൻ്റെ പിറകെ ഓടിയും കണ്ട് ഒരു വൈക്ക് എത്തിന് കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി കയറി ഉടനെ തന്നെ അപ്പൂസ് നല്ല ഉറക്കമായിരുന്നു. എനിക്ക് നല്ല സുഖമായിട്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റി, ഇല്ലെങ്കിൽ ആകെ ഇതിലിങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ഓട്ടം തന്നെ ആയി. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ടീ ചാർജും സ്മൂത്തിട്ടോ അവിടെ രണ്ടെന്നും നമുക്കിത് കഴിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചങ്ങോട്ട് കഴിയലും അപ്പൂസ് എണീക്കലും ഒരുമിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല സുഖത്തിൽ കഴിക്കാൻ പറ്റി. ഇനി നമുക്ക് ഇവിടെ കിച്ചണിൽ പോയോക്കാം, അമ്മ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. നെയ്ച്ചോറുണ്ട്, തൈരുണ്ട്, പിന്നെ ചിക്കൻ കടായി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും ജൂജു എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ വേഗം അപ്പൂസിന് കൊടുത്തു, ഒരു നല്ല കളിക്കലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉപ്പയും എല്ലാവരും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഫുഡ് കഴിക്കാൻ. പുറത്തുനിന്ന് കഴിച്ചത് അറിഞ്ഞാൽ ഞാൻ നല്ലോണം കേൾക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ, പിന്നെ അപ്പൂസിൻ്റെ മേലൊക്കെ കഴുകി ഉറക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.